നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ദോശപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാനൊരു ദോശപ്പൊടിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ദോശപ്പൊടിയാണ്. നമ്മൾ സാധാരണ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നല്ല നിറത്തോടു കൂടിയും മണത്തോടു കൂടിയൊക്കെ ഉള്ളൊരു ദോശപ്പൊടി കിട്ടാറുണ്ടല്ലോ. അതേ രീതിയിലൊന്ന് തയ്യാറാക്കുകയാണ് ഞാനിന്ന്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ അര കപ്പോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അരക്കപ്പ് ഉഴുന്നുപരിപ്പ്, പിന്നെ ഒരു അരക്കപ്പ് കറിവേപ്പില, അരക്കപ്പ് വറ്റൽമുളക്, ഒരു 1/4 കപ്പ് വെള്ള എള്ള്, 2 ടേബിൾ സ്പൂൺ അരി, ചമ്പാവരി അല്ല, നമ്മൾ പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 1/4 കപ്പ് കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി. ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. വറ്റൽമുളക് ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നതുകൊണ്ട് വറ്റൽമുളക് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കടലപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച്, എണ്ണയൊന്നും ചേർക്കേണ്ട, ഡ്രൈ ആയിട്ട് നമുക്കിത് വറുത്തെടുക്കാം. നല്ല ചുമക്കെ ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാൽ മതിയാകും, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് പാകത്തിന് വെന്ത് കിട്ടണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്തായി നമുക്ക് ആ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഈ പറഞ്ഞതുപോലെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതും നല്ലവണ്ണം ഒന്ന് ചുമക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റോളം 3-4 മിനിറ്റോളം ഒന്ന് വറക്കേണ്ടി വരും. തീ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്, എങ്കിലേ നമുക്ക് ആ ഉഴുന്നുപരിപ്പിനകവും വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉഴുന്നുപരിപ്പം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഞാൻ വീണ്ടും ആ പ്ലേറ്റിലേക്ക് അതും അങ്ങ് മാറ്റി. ഇനി നമുക്ക് വറ്റൽമുളക് വറുത്തെടുക്കാം. വറ്റൽമുളകും നല്ലപോലെ തീ കുറച്ച് വെച്ച് തന്നെ വറുത്തെടുക്കുക. എന്നാൽ മാത്രമേ നല്ലവണ്ണം മൂത്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകും പാകത്തിന് മൂത്ത് വന്നു തുടങ്ങി. ഞാനിതും ആ പ്ലേറ്റിലേക്കൊന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് കറിവേപ്പില വറുത്തെടുക്കാം. ആ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് മൂത്ത് വരണം. നല്ല കയ്യിലെടുത്താൽ അങ്ങ് പൊടിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില കൂടുതൽ ചേർത്താൽ നല്ല മണവും രുചിയുമാണ് ദോശപ്പൊടിക്ക്. അപ്പം നമ്മുടെ കറിവേപ്പില ഇവിടെ മൂത്ത് കഴിഞ്ഞു. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി ആ എള്ള് ചേർത്ത് കൊടുക്കാം. വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം ഒന്ന് ചുമന്ന് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും ഈ ദോശപ്പൊടിക്ക് ആ എള്ളിൻ്റെ ഒരു മണവും രുചിയും ഒരു പ്രത്യേകമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. എള്ളും മൂത്ത് കഴിഞ്ഞു. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി എടുത്ത് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചരിയല്ല, ഇത് നമ്മൾ പുഴുക്കലരിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ചുമന്ന് കഴിയുമ്പോഴേക്കും പ്ലേറ്റിലേക്ക് മാറ്റാം. അരി ഒന്ന് ആ പൊട്ടി തുടങ്ങുന്ന ഒരു പരുവത്തിൽ, നല്ല ചുമന്ന് തുടങ്ങി. ഈ ഒരു പരുവത്തിൽ നമുക്കിത് പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം. അടുത്തതായി ഞാൻ അത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ആ ഉപ്പിൻ്റെ ആ എന്തെങ്കിലും നനവുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അതേ പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് പൊടിച്ചെടുക്കാം. അത് മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം മുളക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇനി നമുക്ക് ആ പരിപ്പുകളെല്ലാം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു പകുതിയോളം ഒന്ന് പൊടിച്ചെടുക്കുക. പരിപ്പിൻ്റെ ആ ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ കടലപ്പരിപ്പൊക്കെ ഒരു പകുതിയോളം പൊടിച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആ എടുത്ത് വച്ചിരുന്ന കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല കളർഫുള്ളായിട്ട് പാകത്തിന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഭസ്മം പോലെ ആകണ്ട, എന്നാൽ തീരെ തരിതരിപ്പായിട്ടും ഇരിക്കരുത്. ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇന്ന് ഞാനിത് തട്ടുദോശയുടെ കൂടെയാണ് എടുത്തിട്ടുള്ളത്.
ഈ മുളക് പൊടി കാണുമ്പോൾ തന്നെ, ദോശപ്പൊടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല കളർഫുള്ളായിട്ടാണ് ഉണ്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ദോശയ്ക്കൊപ്പം മാത്രമല്ല, നമുക്ക് ഇഡലിക്കൊപ്പവും പിന്നെ നമ്മൾ പൊടി ദോശ തയ്യാറാക്കാറില്ലേ, അതിനു വേണ്ടിയും പൊടി ഇഡലി തയ്യാറാക്കാനും ഒക്കെ ഈ പൊടി നല്ലതാണ്, ദോശപ്പൊടി നല്ലതാണ്. നല്ല എരിവും ഉപ്പും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ എള്ള് ചേർത്തതിൻ്റെ ഒരു മണവും രുചിയൊക്കെ ഇതിനുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തതിൻ്റെ ഒരു രുചിയും ഉണ്ട് ഇതിന്. അപ്പോൾ രുചികരമായ നമ്മുടെ ഈ ദോശപ്പൊടി നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.